ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ആ പാറ്റേൺ വെച്ചാണ് നമ്മൾ ഈ നൈറ്റി കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും നമ്മൾ പറയുന്നില്ല. ആ പാറ്റേൺ വെച്ച് തന്നെ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും പോയിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് പല മോഡൽ നൈറ്റികളും വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി പിന്നാലെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഇത് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് വേറെ അളവുകളും കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് പറയാനില്ല കേട്ടോ. എല്ലാം ആ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമുക്ക് ലെങ്ത്ത് ജോയിൻ്റ് ഇട്ടാണ് കൊടുക്കണത്. അതല്ലാണ്ട് ഈ 2.90 നമുക്ക് ഒരുപാട് ലെങ്ത്ത് കിട്ടുള്ളൂ. ഒരു 8 ഇഞ്ച് വരെയൊക്കെ ഉള്ള ലെങ്ത്താണ് നമുക്ക് ജോയിൻറ്റില്ലാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ താഴെ ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ ഒരു പൈപ്പിങ്ങും വെച്ചെടുക്കണുണ്ട്. അതും ഒരു മോഡലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ടിങ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നൈറ്റിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതേപോലൊരു പേപ്പറിൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് നീളം കണക്കാക്കി എടുത്തിട്ട് നമുക്കിതേപോലെ നമ്മുടെ അളവിൽ ഒരു പാറ്റേൺ വെട്ടി വയ്ക്കുകയാണെങ്കിൽ ഏത് നൈറ്റി നമുക്ക് ആ പാറ്റേണിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നെക്ക് ഡിസൈനൊക്കെ ഓരോന്നിനും മാറ്റി മാറ്റി നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ജോയിൻറ്റിന് വേണ്ടിയും ഞാൻ ആ ബാക്കി വന്ന പീസിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ കിട്ടണ വീതിയിൽ ഞാൻ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 ഇഞ്ച് കൈനീളം ഇതിനകത്ത് കിട്ടും. ഇത് കൈനീളം വേണം എന്നുള്ളവർക്ക് മാത്രം ഇത് ഇങ്ങനെ ജോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് സാധാ കിട്ടുന്ന കൈനീളം തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഡിസൈനിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാൻ നെക്ക് ഇടാം അടയാളപ്പെടുത്തുന്നത് 2.5 ഇഞ്ച് വിട്ടും 6 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് താഴ്ഭാഗം ഒരു വി ഷേപ്പ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പ് വരച്ചിട്ട് നെക്ക് വെട്ടിയെടുക്കും. അപ്പോൾ ഈ ഭാഗത്തൊരു 5 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ആ വി ഷേപ്പ് വരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലേസ് വയ്ക്കാനുള്ള ഭാഗം കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഓപ്പണാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ഇപ്പോൾ ചെയ്യണില്ല. ലേസൊക്കെ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേസൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. ഷോൾഡറിൻ്റെ താഴത്തേക്ക് 4 ഇഞ്ചും നെക്കിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് സ്ട്രെയിറ്റ് ലൈനായിട്ടത് വരച്ചെടുക്കും കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ചെരിവ് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് എല്ലാം ലേസൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. ആ സമയത്ത് കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ മാർക്ക് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും അതുപോലെ ആ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യണത് ഒരു 1 ഇഞ്ച് വീതിയുള്ള ലേസും ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു സ്ട്രെയിറ്റ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ സ്ട്രെയിറ്റ് പീസ് നെക്കിന് അടിക്കാനുള്ളതാണ്. നമ്മൾ ആദ്യം നെക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിന് നെക്കിൻ്റെ പീസ് 2ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ, അത് കണ്ടിട്ടാണ് ഞാൻ 2ആക്കി എടുത്തത്. അവിടെ നമ്മൾ ഒരു ഫ്ലീറ്റ് ഇട്ട് വേണമെങ്കിൽ ഈ ഷേപ്പ് ആക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ പടിക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര കനമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ മൂല വരുന്ന ആ ഭാഗം, ആ വി ഷേപ്പ് വരുന്ന ആ ഭാഗത്ത് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് നമ്മൾ കോണായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അടിച്ച് മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 2 പീസുമേ അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു ഭാഗത്ത് അടിച്ചിട്ട് നമ്മൾ മറ്റേ ഭാഗത്തേക്ക് തുമ്പത്തേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യണം, ഒരു വി ഷേപ്പിൽ. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ
നെക്ക് ഈ പീസ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന പീസ് നമ്മൾ നൈറ്റിയുടെ ചീത്ത വശത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ക്യാൻവാസൊന്നും വയ്ക്കാണ്ടാണ് ഈ നൈറ്റി തയ്ക്കണത്, യോക്ക് പോർഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് ഉള്ളിൽ വെച്ച് ഒരു ലൈനിങ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചീത്ത ഭാഗത്ത് നമ്മൾ ഈ പീസ് വെച്ച് അടിച്ച് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. രണ്ട് പീസും നെക്കിന്മ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പോയിൻ്റ് ഉള്ള വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് മറിച്ചിടുമ്പോൾ നമുക്ക് ആ പോയിൻ്റുള്ള ഭാഗം ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. സെൻറ്ററിൽ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പടിക്ക് വേണ്ടി അവിടെ ഓപ്പൺ ചെയ്യുമല്ലോ. ബാക്കി രണ്ട് ഭാഗത്തും കട്ടിങ് ഒഴിവാക്കരുത് കേട്ടോ, അതെന്തായാലും ചെയ്യണം. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ അവിടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല, അവിടെ ആ വി പോയിൻ്റ് കറക്റ്റായിട്ട് വരില്ല. എന്നിട്ട് നമ്മൾ മുകളിൽ കൂടെ പതിച്ചടിക്കാണ് ചെയ്യണത്. പോയിൻ്റ് വരുമ്പോൾ സൂചി കുത്തി നിർത്തണം. ഇപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസിൻ്റെ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ലേസ് ആദ്യം ഒരു ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം താഴ്ഭാഗത്ത് ഇതേപോലെ അടിച്ചിട്ട് സെൻറ്ററിൻ്റെ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ പടി കട്ട് ചെയ്യാണ്ട് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലേസ് ഒരേ ലെവലിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. എന്നിട്ട് ഈ ലേസിൻ്റെ മറ്റേ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലേസുമ്പോൾ 2 സ്റ്റിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. ഇത്രയും വീതിയുള്ളതുകൊണ്ട് നമ്മളൊരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലേസ് ഇട്ട് കഴിയുമ്പോൾ പൊന്തി നിൽക്കും. എന്നിട്ട് ഈ ലെയർ വെച്ച പോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത ലെയറും കട്ട് ചെയ്ത് വെച്ചെടുക്കാം. ആ ലേസിൻ്റെ 2 സൈഡും അടിച്ചെടുക്കണം കേട്ടോ. ഇനി സെൻറ്ററിൽ വെച്ചെടുക്കുന്ന ഈ പീസ് 1 ഇഞ്ച് വീതി എടുത്തിട്ട് അത് ഒപ്പം മടക്കി അയൺ ചെയ്തെടുത്താണ് കേട്ടോ. എന്നിട്ട് ആ പീസ് നമ്മൾ ഒരു അരികെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ ഇപ്പുറത്തെ സൈഡും വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ അരികത്ത് കൂടെ അടിച്ച് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ലേസുമേം ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട്, ഈ ക്രോസ് പീസുമേം ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടിയില്ലെങ്കിൽ നമുക്ക് ഈ വള്ളി സെൻറ്ററിലൊരു കെട്ട് പോലെ ബോ പോലെ വെക്കാൻ വേണമെങ്കിൽ വെച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പടി വെക്കണതുകൊണ്ട് ഞാൻ ആ ഇത് ഒഴിവാക്കിയതാണ്.
അപ്പോൾ യോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് പടി വെച്ചെടുക്കും. അപ്പോൾ പടിയുടെ സ്റ്റിച്ചിങ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ പടി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഞാൻ അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പടിക്ക് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്ത് പടി വെച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഓപ്പൺ ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അപ്പോൾ ലേസൊക്കെ നമുക്ക് കറക്റ്റ് ലെവലിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പടിയുടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ വർക്ക് കഴിഞ്ഞ് പിന്നെ നൈറ്റി ഷോൾഡറും കൂട്ടി സ്ലീവും പിടിപ്പിക്കുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ ചെരിവും കൈക്കുഴി ഫ്രണ്ടിലത്തെ കൈക്കുഴി കുഴിച്ചുവിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കും സ്ലീവും പിടിപ്പിക്കുന്ന കാര്യമാണ്. അതും കഴിഞ്ഞ് ഇവിടെ നൈറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.